നമസ്കാരം. നമ്മൾ ഒരു ഉപാസനാ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് പലരും പറയും ഗുരുവിന് ആവശ്യമാണെന്ന്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന് ദൈവത്തെ നിർവചിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഭാവന ശക്തിയും കൂടെ കലർന്ന ഒരു ഈശ്വരനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ നിങ്ങൾ അതേ മൂർത്തിയെ തന്നെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് അമ്മയാണോ ശിവനാണോ ദേവിയാണോ കൃഷ്ണനാണോ ആരാവട്ടെ, ഏത് മൂർത്തിയാണെങ്കിലും ആ മൂർത്തിയെ തന്നെ ഗുരുവായി സ്വീകരിച്ച് സാധന മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഇപ്പോൾ എന്നെക്കുറിച്ച് എനിക്കറിയുന്നതിനെക്കാട്ടും കൂടുതൽ മറ്റൊരു വ്യക്തിക്ക് അറിയാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ ആണ് ആ മൂർത്തിയുടെ സ്വഭാവത്തിനും ഇതിനനുസരിച്ചുള്ള നമ്മുടെ ചൈതന്യത്തിനും നമ്മുടെ അർഹതയ്ക്കുമുള്ള അനുസരിച്ചിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് ആ മൂർത്തി വരികയും നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകാനും സഹായിക്കണം എന്നുണ്ടെങ്കിൽ ആ മൂർത്തിയെ തന്നെ നിങ്ങൾ ഗുരുവായി സങ്കല്പിച്ച് ചെയ്യുക.